മുൻമന്ത്രി വി എസ് സുനിൽകുമാറുണ്ട്, തൃശ്ശൂരിന്റെ സ്വന്തം സുനിൽകുമാർ. അതെ സുനിലിന്റെ, പിന്നെ ഈ പൂരത്തിന്റെ ഓർമ്മകൾ എങ്ങനെയാണ്? പൂരത്തിന്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതക്രമം തന്നെ പൂരത്തിനായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ ആദ്യമായിട്ട് പൂരം കാണുന്നതേ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. പരീക്ഷ കഴിഞ്ഞിട്ട് ട്രൗസർ ഇട്ടിട്ട് വന്നിട്ടാണ് ആദ്യത്തെ പൂരം കണ്ടത് 82 82. അതിനുശേഷം ഇന്ന് വരെ പൂരം മുടങ്ങിയിട്ടില്ല. ആ കോവിഡ് സമയത്തുള്ള പൂരം മുടങ്ങിയപ്പോൾ പൂരം കാണാൻ പറ്റിയിട്ടില്ല. ബാക്കി എല്ലാ പൂരത്തിന്റെ ആദ്യ അവസാനം വരെ പരിപാടികളിൽ മുഴുവനും പങ്കെടുത്തിരുന്നു. പിന്നെ ഞാൻ കേരള കോളേജിലെ പഠിച്ചതിൽ ഡിഗ്രി. അതെ. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന കാലത്താണെങ്കിൽ ആ പൂരത്തിന്റെ ഹരമാണല്ലോ. പിന്നെ പൂരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ദിവസങ്ങളും ആ പരിപാടിയിലായിരുന്നു. പിന്നെ MLA ആയി 2006 വന്നപ്പോൾ അതിന്റെ സംഘാടകൻ എന്ന നിലയിലൊക്കെ ഫുൾ ടൈം പൂരമായി. പിന്നെ എന്റെ ഭാഗ്യത്തിന് ഇവിടുത്തെ തന്നെ MLA. അപ്പൊ ആ സമയത്ത് ഇവിടുത്തെ MLA ആയിരിക്കുമ്പോൾ പിന്നെ പറയും വേണ്ടല്ലോ. ഇപ്പോഴും പൂരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ചടങ്ങുകളിലും ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ എത്തും. ഇപ്പൊ ഞാൻ പറഞ്ഞോളൂ, കെ രാജൻ മന്ത്രിനെ കണ്ടപ്പോ സുനിലേട്ടനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അപ്പുറത്ത് നിൽക്കായിരുന്നു. ഞാനപ്പോ അവിടെ ആളുകളെ കണ്ട് വർത്തനം പറഞ്ഞ് ഫോട്ടോ എടുത്തൊക്കെ വരുമ്പോൾ നേരം വരും. പൂരെന്ന് പറഞ്ഞ് നമുക്ക് ഗാലറി കെട്ടി കാണാൻ പറ്റിയ പരിപാടിയല്ല. ആള് പറയും ഇങ്ങനെ ബാഡ്ജൊക്കെ ഞങ്ങൾക്ക് പൂരത്തിന് പാസ് കിട്ടുമെന്നൊക്കെ ചോദിക്കും. പൂരത്തിന് എന്തിട്ട് പാസ്? പൂരത്തിന് പാസ് ഒന്നുമില്ല. പൂരത്തിന് പാസ് ഉണ്ടെങ്കിൽ കയ്യിൽ വെക്കാന്ന് മാത്രമല്ലോ. ഞങ്ങൾക്ക് എവിടെ പോണെങ്കിലും പ്രത്യേകിച്ച് പരിഗണനയൊന്നുമില്ല. എല്ലാവരുടെയും നമ്മൾ കയറി അതിന്റെ ഉള്ളിൽ കിടന്ന് നടന്ന്, പിന്നെ നിയന്ത്രണം വേണ്ടി വരില്ല പോലീസിനൊക്കെ. ആ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ട് നമ്മളും ഭാഗമായിട്ട് പറഞ്ഞു നമ്മളുണ്ട്. അപ്പൊ പൂരത്തിന്റെ തിരക്കാണ് പൂരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഈ തിരക്കിൽ അലിഞ്ഞു തരിക, തിരക്കിന്റെ ഉള്ളിൽ കിടന്ന് നടക്കുക, വേർത്ത് കുളിക്കുക, ഇങ്ങനെ ഭയങ്കര രസമായിട്ട് അത് നമ്മുടെ പിന്നെ പ്രായം ചെല്ലുന്ന ആളുകൾക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഇവിടെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ പൂരത്തിന്റെ ഈ തെക്കേ നട തുറക്കുക എന്നുള്ള പരിപാടി സത്യം പറഞ്ഞാല് ഇത്രയും ജനകീയമായിട്ട് അധികം കാലമായിട്ടില്ല. ഈ തെക്കേ നെയ്തലക്കാവ് ഭഗവതി നട തുറക്കുന്നത് എന്തുകൊണ്ടാ വെച്ചാല് നാളെ രാവിലെ വരുന്ന ശാസ്താവിന്, ഈ കണിമംഗല ശാസ്താവ് വെയിലും മഞ്ഞും മഴയും കൊള്ളാണ്ട് വരണം. വന്നിട്ട് നേരെ അതിലെ വരാൻ പാടില്ല. നേരെ വന്ന ആൾക്ക് അവിടെ അദ്ദേഹത്തിന് അവിടെ വന്നാൽ ശാസ്താവിനെ കണ്ടു കഴിഞ്ഞാൽ ചില ചടങ്ങുണ്ട്. അത് കാരണം അത് ഇതിലേ കടന്നു വരിക. അതിനു വേണ്ടിയിട്ടാണ് നെയ്തലക്കാവ് ഭഗവതി ഇത് നേരത്തെ തുറന്നിട്ടുണ്ട്. അപ്പൊ ആ പൂരത്തിന്റെ വിളംബരായി. അപ്പൊ നാളെ രാവിലെ ഫസ്റ്റ് പൂരം ഇവിടെ വന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊരു ചെറിയ ചടങ്ങായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പൊ അത് ഭയങ്കര ചടങ്ങായില്ല. ഇപ്പൊ ഇത് പൂരത്തിന് അന്ന് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്നെ കൊണ്ടുവന്ന ഒരു കാലത്ത് ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴാണെന്ന് രാമനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടായി. അപ്പൊ ഞങ്ങളെന്നെ ഇടപെട്ടിട്ടാണ് രാമനെ കൊണ്ട് തന്നെ നട തുറപ്പിച്ചത്. അതൊരു വലിയ വിവാദമായിരുന്നു. അന്ന് ഇതിന്റെ ഒരു ഇരട്ടി ആളുകൾ ഇവിടെ അന്ന് ഈ തടിച്ചുകൂടി. രാമൻ ഫാൻസ് മമ്മൂട്ടി ഫാൻസ് ഒക്കെ പോലെയാ. മമ്മൂട്ടിക്ക് അത്ര ഫാൻസ് തൃശ്ശൂർ ഇപ്പൊ ഇവിടെ മമ്മൂട്ടി അവിടെ രാമന് വന്നാല് മമ്മൂട്ടിയുടെ അടുത്ത് ആളുണ്ടാവില്ല. മോഹൻലാലും കൂടി ഒരുമിച്ച് വന്നാലും രാമനാണ് അപ്പുറത്തുണ്ടെങ്കിൽ തൃശ്ശൂർക്കാർ രാമന്റെ അടുത്ത് പോയി നിൽക്കും. അതിന്റെ തലയാട്ടണതും അവന്റെ ഭംഗി കാണാൻ വേണ്ടി നിൽക്കുക. അങ്ങനത്തെ ഒരു തരം പൂരപ്രാന്തും ആനപ്രാന്തൊക്കെയുള്ള ആൾക്കാർ ഞങ്ങള്. സുനിലേട്ടനോട് വ്യക്തിപരമായിട്ട് എനിക്കുള്ളൊരു അസൂയ എന്ന് പറയുന്നത്, ഒന്ന് ഈ നമ്മളെ പൂരത്തിന്റെ ചെറുപ്പത്തിലെ നമ്മൾ വാർത്തകളൊക്കെ കാണുമ്പോൾ പൂരനഗരിയിൽ എങ്ങനെ കറങ്ങുന്നു, ഒരു ജനപ്രതിനിധിയാണെന്നുള്ള ഒരു ബാഹ്യജാടകളോ ഒന്നുമില്ല. മാത്രമല്ല അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിലേക്ക് എങ്ങനെ കൃഷി ഇത്തവണത്തെ ഞങ്ങളുടെ തണ്ണിമത്തൻ തൃശ്ശൂർ പൂരത്തിന് കൊണ്ടിട്ടുണ്ട്. നമ്മളിവിടെ ഒരു 1000 കിലോ തണ്ണിമത്തൻ ഇവിടെ നാളെ ഇവിടുത്തെ തണ്ണീർപ്പന്തലില് നമ്മുടെ ആ കുട്ടികൾ കൊണ്ട് വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തണ്ണിമത്തം ഇപ്പൊ കഴിഞ്ഞു, എന്റെ വിളവെടുപ്പ് കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി ബാക്കിയുള്ളൂ. ഇപ്പൊ മഴ പെയ്തല്ലോ. അപ്പൊ ഇനി അടുത്ത കൊല്ലത്തെ പൂരത്തിന്റെ സമയമാകുമ്പോ തണ്ണിമത്തം കൃഷി വീണ്ടും ആരംഭിക്കും. കൃഷി നമ്മുടെ ജീവനാണല്ലേ. അതെ. പൂരവും കൃഷിയും പിന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കൂടി ഉണ്ടല്ലടാ. ഞാൻ അസൂയൊന്നും വേണ്ട. നമ്മൾ എന്തായാലും സുനിലേട്ട ഈ ആനപ്രേമം പറഞ്ഞു. സുനിലേട്ടന്റെ ഒരു ആനപ്രേമത്തെ കുറിച്ച്. അല്ല, ആനകളെ എനിക്ക് ഈ ആനകളെല്ലാരും കൊണ്ടോ ചിലപ്പോൾ തിരിച്ചറിയാം. കുറെ ആനകളൊക്കെ തിരിച്ചറിയും. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ആളെ, നിങ്ങൾക്ക് ഒരു ആന നടന്നുമ്പോൾ ഏതാനെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ തൃശ്ശൂർക്കാരെ ആളുകൾക്ക് ആനയുടെ ഒരു മസ്തകം കണ്ടാൽ, കൊമ്പ് കണ്ടാൽ, മുത്തുമ്പി കണ്ടാൽ, കാല് കണ്ടാൽ, അവരുടെ വാല് കണ്ടാൽ ഒക്കെ ഇന്ന ആനയെന്ന് പറയാൻ പറ്റും. അത്രമാത്രം ആനകളെ ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാരാണ് ഈ തൃശ്ശൂർക്കാര്. അപ്പൊ ആനകളോടുള്ള ഭ്രമം എന്ന് പറയുന്നത് പണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ഇപ്പോ തൃശ്ശൂരത്തെ ഏറ്റവും ഗംഭീര ആന ആരാന്ന് വെച്ചാല് പല രീതിയിലാണ് ആനകൾ. ഇപ്പോ ശിവകുമാർ, നമ്മുടെ എറണാകുളം ശിവകുമാറുണ്ടല്ലോ, ഭയങ്കര ലക്ഷണത്വ ആനയാണ്. പക്ഷെ വലുപ്പത്തില് അവൻ ചെറുതാ, മറ്റേ രാമനേക്കാളും ചെറുതാണ്.
രാമന് വേറൊരു മഹിമയാണ്. ഓരോ ആനകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. നാടൻ ആനകളിൽ തന്നെ. അപ്പൊ ഇത് നമ്മൾ ഓരോരുത്തരും മമ്മൂട്ടിനെ എന്ത് ഇഷ്ടപ്പെടുന്നു, മോഹൻലാലിനെ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു ചോദിക്കുന്ന പോലെയാണ്. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. പക്ഷെ മൊത്തത്തില് നാട്ടാനകളെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് തൃശ്ശൂർക്കാര്. അത് ആ പ്രേമമാണ് പൂരത്തിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അത്ര സേഫ്റ്റി തൃശ്ശൂർ പൂരത്തിന്റെ പ്രത്യേകം ചില 100% സേഫ്റ്റിയാണ്. സേഫ്റ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാത്ത ഒരു പൂരാണ് തൃശ്ശൂർ പൂരം. എത്ര ലക്ഷം ആൾക്കാർ വന്നാലും ഇവിടെ നിങ്ങൾ ഈ തൃശ്ശൂർ പൂരം എത്ര ആൾക്കാർ വന്നാലും ഒരു അങ്ങാണ് തൃശ്ശൂർ പൂരം. എത്ര ലക്ഷം സംഘർഷന്റെ അടിയുണ്ടെന്ന് കേൾക്കണ്ട ഉണ്ടാവില്ല. ഒരുമയുണ്ട് ഇവിടെ. അന്നെല്ലാവരും അഥവാ തല്ലുണ്ടായാലും ബോർഡർ വിട്ടുവാണ എന്നൊക്കെ പറഞ്ഞ് പൂരലടാ വിടുന്ന് പറഞ്ഞു വിടും. അത്രേ ഉള്ളൂ. അതാണ് തൃശ്ശൂർ പൂരം. തീർച്ചയായിട്ടും ഈ പൂരത്തിന് ഇനിയും മുൻമന്ത്രി VS സുനിൽകുമാറാണ്. അദ്ദേഹം ഇവിടെ പൂരത്തിന്റെ സംഘാടകനായി വളരെ സജീവമായി ഓടി നടന്ന സുനിൽകുമാർ ഇപ്പോഴാ ഒരു കാഴ്ചക്കാരനായി കൂടി. ആവശ്യമൊന്നുമില്ല. പാസ്സല്ല ഡയലോഗ്